ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യനാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 5 കപ്പാസിറ്റേഴ്സ്, 5 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 5 പേരുടെയും കണക്ഷൻ ഡയഗ്രം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബി ഡി സി എന്ന് പറയുന്ന 4 ജംഗ്ഷൻസ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ദീസ് ആർ ദ ജംഗ്ഷൻസ് എ ബി സി ഡി ആൻഡ് സി. ഇതിൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള കപ്പാസിറ്റൻസ് ആണ് C1, ബിയുടെയും ഡിയുടെയും ഇടയിലുള്ള കപ്പാസിറ്റൻസ് C3, ഡിയുടെയും സിയുടെ ഇടയിലുള്ളത് C5, ഇത് C2 ആൻഡ് ദിസ് ഇസ് C4. നമുക്കത് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ആ പേരുകളൊന്ന് ഇവിടെ എഴുതാം. എയുടെയും ബിയുടെ ഇടയിൽ C1, ബിയുടെയും ഡിയുടെ ഇടയിൽ C3, ഡിയുടെയും സിയുടെ ഇടയിൽ C5, ബിയുടെയും സിയുടെ ഇടയിൽ ഇത് C2 ആൻഡ് ദിസ് ഇസ് C4. ഇങ്ങനെയുള്ള 4 കപ്പാസിറ്റേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയുടെയും സിയുടെ ഇടയിൽ, അതായത് ഈ 2 പോയിന്റുകളുടെ ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രാം ഒന്ന് റീഡ്രോ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് സീരീസ് ആണോ പാരലൽ ആണോ ഇനി വേറെ എന്തെങ്കിലും കോമ്പിനേഷനിൽ വരുന്നതാണോ എന്നുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡയഗ്രാം ഒന്ന് റീഡ്രോ ചെയ്യണം. ഇപ്പോൾ റീഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പോയിന്റ്സ് എയും സിയും പ്രത്യേകമായി നമ്മൾ കാണിക്കും. ഇതാണ് എ എന്നുള്ള പോയിന്റ്, ഇത് നമുക്ക് എന്തെടുക്കാം, സി എന്നുള്ള പോയിന്റ് എടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന 2 ജംഗ്ഷൻസ് ബിയും ഡിയുമാണ്. മാർക്ക് ചെയ്യുന്നത് ആസ് ലൈക്ക് ദിസ്, ബി ആൻഡ് ഡി. ഓക്കെ, ഇവിടെ നമുക്ക് എയിൽ നിന്നും ബിയിലേക്കുള്ള കപ്പാസിറ്റൻസ്, എയിൽ നിന്ന് ബിയുടെ ഇടയിലുള്ള കപ്പാസിറ്റൻസ് ഏതാണ്, C1 ആണ്. സോ ഐ മാർക്കിംഗ് ദിസ് C1 ഹിയർ. അതേപോലെ ബിയുടെയും ഡിയുടെയും ഇടയിലുള്ള ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് C3. അതുപോലെ ഡിയുടെയും സിയുടെ ഇടയിൽ C5. ഇനി എയുടെയും ഡിയുടെയും ഇടയിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട് C4, എയുടെയും ഡിയുടെ ഇടയിൽ, ദിസ് വൺ A to D. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കപ്പാസിറ്റൻസാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. C4 പേരുകൾ നമ്മൾ കിട്ടുപോയി. ഓക്കെ, ഇനി ബിയുടെയും സിയുടെയും ഇടയിൽ, ഉള്ള കപ്പാസിറ്റൻസ് C2. ഓക്കെ, സോ യു ക്യാൻ മാർക്ക് ദിസ് ആസ്. ഇനി നമുക്ക് വേണ്ടത് ഈ എയുടെയും സിയുടെയും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, എയുടെയും സിയുടെയും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ കപ്പാസിറ്റൻസിൻ്റെ ബിയുടെയും സിയുടെ ഇടയിൽ C4, C4 അല്ല C2. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ നമ്മളിനി നോക്കേണ്ടത് ഓരോ കപ്പാസിറ്ററിൻ്റെയും വാല്യൂസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് 10 മൈക്രോഫാരഡ് ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1ൻ്റെയും C2ൻ്റെയും C3ൻ്റെയും C4ൻ്റെയും C5ൻ്റെയും ഒക്കെ വാല്യൂസ് എത്രയാണ്, 10 മൈക്രോഫാരഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എല്ലാം 10 മൈക്രോഫാരഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദിസ് ഇസ് 10 എല്ലാം 10 മൈക്രോഫാരഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കൊരു ടേം വരുന്നുണ്ട്, വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ, ഓർ വീസ്റ്റൺസ് കണ്ടീഷൻ എന്ന് പറയുന്ന സാധനം. ആ വീസ്റ്റൺസ് കണ്ടീഷനിൽ പറയുന്നതാണ് റേഷ്യോ ഓഫ് റെസിസ്റ്റേഴ്സ് അക്രോസ് ദ ജംഗ്ഷൻസ്. ദാറ്റ് ഈസ് നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജിൽ ഇങ്ങനെയാണ് വരുന്നത്, ഇതേപോലെ കപ്പാസിറ്ററിന് പകരം റെസിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദം ഒരു ഗാൽവനോമീറ്ററും ഉണ്ടാവും. നമ്മൾ വീസ്റ്റൺസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പിയും ക്യൂവും ആറും എസും ആണ് നമ്മുടെ റെസിസ്റ്റേഴ്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വീസ്റ്റൺസ് കണ്ടീഷനിൽ പറയുന്നൊരു കാര്യം, ഈ പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ എസിൻ്റെയും ഒക്കെ റേഷ്യോസ് സെയിം ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ സെക്ഷൻ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട്, ഈ സെക്ഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത പോലെ, കണക്ഷൻ ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന പോലെ, ഇങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ലല്ലോ, ഇല്ല അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സെക്ഷൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ
കപ്പാസിറ്റേഴ്സ് ആണെങ്കിലും കപ്പാസിറ്റേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നുള്ള പേരിലൊക്കെയാണ് പറയാം. ഓക്കെ, അതിൻ്റെ റേഷ്യോസ് ഇപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ എയുടെയും ബിയുടെ ഇടയിൽ 10 ആണ്, ബിയുടെയും സിയുടെ ഇടയിൽ 10 ആണ്, അപ്പോൾ 10/10. അതേപോലെ എയുടെയും ഡിയുടെ ഇടയിൽ 10, ഡിയുടെയും സിയുടെ ഇടയിലും 10, അതും 10/10. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയും വീസ്റ്റൺസ് കണ്ടീഷൻ, ഈ കപ്പാസിറ്ററും ഏത് കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ട്? ഇറ്റ് ഒബേസ് വീസ്റ്റോൺസ് കണ്ടീഷൻ. ഓക്കെ, വീസ്റ്റൺസ് കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ there is no current through this capacitor. C3-ലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ C3 കണക്ട് ചെയ്യാതെ ജസ്റ്റ് ഇതൊരു ഓപ്പൺ ആക്കി വെച്ച പോലെ, C3 കണക്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച പോലെയുള്ള സർക്യൂട്ടാണ് നമ്മുടെ അടുത്തുള്ളതെന്ന് അർത്ഥം. C3യുടെ ഇഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ ഈക്വലന്റ് ഡയഗ്രാം എങ്ങനെ വരും? ദിസ് ഇസ് ദ പോയിന്റ് എ, ദിസ് ഇസ് ദ പോയിന്റ് സി. എന്ന് സിയിലേക്ക് ത്രൂ ബി എങ്ങനെയാണ് പോകുന്നത്? എയുടെയും ബിയുടെ ഇടയിൽ C1, ബിയുടെയും സിയുടെ ഇടയിൽ C2. ഓക്കെ, ദിസ് ഇസ് C1, C2, ദിസ് ജംഗ്ഷൻ ഇസ് ബി. അതേപോലെ എയുടെയും നമ്മൾ പോയത് ഈ ഒരു റൂട്ടിലൂടെയാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, എന്ന് സിയിലേക്ക് അല്ലേ, ത്രൂ C4 ആൻഡ് C5. അപ്പോൾ എങ്ങനെ വരും? C4, C5 ജംഗ്ഷൻ ഇസ് D. ഓക്കെ, സോ ഇതിപ്പോൾ എങ്ങനെയായി? C1ഉം C2ഉം ഇൻ സീരീസ്. ഹിയർ C1 ആൻഡ് C2 ആർ ഇൻ സീരീസ്. അതേപോലെ C4ഉം C5ഉം എങ്ങനെയാണ്? സെയിം സീരീസിൽ തന്നെ. ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/C = 1/C1 + 1/C2 എന്നൊക്കെയാണ് വേണ്ടത്. പക്ഷെ നമ്മളൊരു ഷോർട്ട് കട്ടും കൂടെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂസ് ഒക്കെ സെയിം ആണെങ്കിൽ, ഇവിടെ C1ഉം C2ഉം C3ഉം C4ഉം ഒക്കെ സെയിം ആണ്. വി ക്യാൻ ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് C or that is equal to 10 മൈക്രോഫാരഡ്. ഓക്കെ, എല്ലാവരുടെ വാല്യൂസും സെയിം ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, ദെയർ വാല്യൂസ് ആർ സെയിം. അങ്ങനെയാണെങ്കിൽ സീരീസിൽ വരുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് എന്താ പറയുക, 1 ഓഫ് ദ കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ എത്ര പേരാണ് സീരീസിലുള്ളത് എന്നുള്ളതാണ്. സോ C1/2 എന്നെടുക്കാം. അപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ C1ൻ്റെ വാല്യൂ എത്രയാണ്? 10/2 5 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ അതാണ് ജസ്റ്റ് ചെയ്ത് എ മുതൽ സി വരെ ത്രൂ ബി എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിന് CS1 എന്നുള്ള പേര് കൊടുക്കുകയാണ്. CS2 എന്നെടുക്കുന്ന സമയത്ത് എന്ത് വരും? C4/2. കാരണം C4ഉം C5ഉം ഒക്കെ സെയിം വാല്യൂ ആണ്, എല്ലാവരും സെയിം വാല്യൂ ആണ്. അപ്പോൾ C4ൻ്റെ വാല്യൂ അഗെയിൻ 10 ആണ്. 2 പേരാണ് ഇൻ സീരീസിലുള്ളത്, 2 പേരും കഴിഞ്ഞാൽ ഇത് 2 പേരും. അപ്പോൾ 10/2 അഗെയിൻ 5 വരും, മൈക്രോഫാരഡ് ആണ്. സോ 5 മൈക്രോഫാരഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈക്വലന്റ് ഡയഗ്രാം, ഇതിൻ്റെ ഈക്വലന്റ് ഡയഗ്രാം നമുക്ക് എങ്ങനെ മാറ്റി വരയ്ക്കാം? എയിൽ നിന്ന് സിയിലേക്ക് ഒരു കപ്പാസിറ്റർ വിച്ച് ഇസ് CS1, അതേപോലെ ഇവിടെ CS2. ദിസ് ഇസ് ദ പോയിന്റ് എ, ദിസ് ഇസ് ദ പോയിന്റ് സി. ക്ലിയർ ആയല്ലോ? ഇനി C1ഉം CS1ഉം CS2 എങ്ങനെ നിൽക്കുന്നത്? ദേ ആർ പാരലൽ അല്ലെ, 2 ഓപ്ഷൻസ് ആണ്. എ നിന്ന് സിയിലേക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ത്രൂ CS1 ഓർ ത്രൂ CS2. അപ്പോൾ ഇത് രണ്ടുപേരും പാരലലാണ്. പാരലലാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ വരിക? സം ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളാണ്. CS1ൻ്റെ വാല്യൂ 5 മൈക്രോഫാരഡ്, CS2ൻ്റെ വാല്യൂ 5 മൈക്രോഫാരഡ്. സോ ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി 10 മൈക്രോഫാരഡ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം നമുക്ക് തന്നിട്ട് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 10 മൈക്രോഫാരഡ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. താങ്ക് യു.